അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചധികം വെള്ളം എടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം ഞാനൊരു 8 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. മക്രോണി എന്നും പാസ്ത എന്നൊക്കെ പറയും. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട മക്രോണി ഈ വെള്ളത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 250 ml കപ്പിന് 2 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ വേവിക്കുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വെള്ളം കുറച്ച് കൂട്ടി കൊടുത്താൽ മതിയാകും. വെള്ളവും ഉപ്പൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇപ്പം ഞാൻ 2 കപ്പ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു 8 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മക്രോണി വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. നല്ലോണം ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. നമ്മളിതുപോലെ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ മുറിഞ്ഞു വരണം. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് ഒരു അരിവാലയിലോ ഒരു വലിയ അരിപ്പയിലോ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മക്രോണിയെല്ലാം ഒരു അരിവാലയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ചൂട് കൊണ്ട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ വെള്ളം മുഴുവനും നമുക്ക് ഒന്ന് തോർന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. പച്ചവെള്ളം ഒഴിച്ച് വെള്ളം തോരാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ മക്രോണിയുടെ എല്ലാ ഭാഗത്തും ഈ മാവെത്തണം. ഇപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ വലിയ ഹോളുള്ള അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും പൊടികളുണ്ടെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇതിൽ മാത്രം പറ്റിപ്പിടിച്ചിരിക്കുക. ബാക്കിയുള്ളത് ഇതുപോലെ അരിച്ച് മാറ്റുക. ഇപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് അരിച്ച് മാറ്റാം. ഇപ്പോൾ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ പൊടിയൊന്നുമില്ല. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി. ഒരെണ്ണം ഇട്ട് കൊടുത്ത് നോക്കാം ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ചിടണ്ട, കുറച്ച് വീതം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ നിറാവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് മാറി നിന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കും. അതൊന്ന് സൂക്ഷിച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഉടനെ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റിൽ നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമല്ലോ. ചെറുതായിട്ട് കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി അല്ലികൾ ചതച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. കുറച്ചിട്ട് കൊടുത്താൽ മതി. ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വേണമെന്ന് നിർബന്ധമില്ല. കാണാൻ ഒരു ഭംഗിയായിരിക്കും. കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇതൊരു ഗോൾഡൻ നിറാവട്ടെ. അപ്പോൾ ഇതെല്ലാം ഒരു മൂത്ത് ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി. ഇപ്പോൾ ഇതാ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മക്രോണി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ചാട്ട് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തട്ടിക്കുടഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും മസാല പിടിച്ച് കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ആ എരിവും ചെറിയൊരു മധുരവും കൂടി ആകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ പഞ്ചസാര പൊടിച്ചതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മക്രോണി വേവിച്ചെടുത്ത സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട മക്രോണി വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. വളരെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഈർപ്പൊന്നുമില്ലാത്ത ഗ്ലാസിൻ്റെ ജാറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം മക്രോണി വെച്ചിട്ടുള്ള ഈ സ്നാക്സ് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്